ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തതിന്റെ സന്തോഷത്തിലാണ് ചെണ്ടയാട് സരസ്വതി വിജയം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ എന്നിവരെയാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്തത്. ജനാധിപത്യ രീതിയിൽ വോട്ടിംഗ് ചെയ്തതിന്റെ ആവേശത്തിലായിരുന്നു ചെണ്ടയാട് സരസ്വതി വിജയം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യമായാണ് ഒരു പൊതുവിദ്യാലയം VPPAT ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നമ്മുടെ സ്കൂളിന്റെ വികസനത്തിനും അതുപോലെ സ്കൂള് നല്ല രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. അപ്പം എല്ലാവർക്കും നല്ല ആഗ്രഹങ്ങളുണ്ട്. സ്കൂൾ ലീഡറായിട്ട് അസംബ്ലിയിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ അഭിമാനം എന്ന് പറയുന്നത് പോലെ നല്ലൊരു ആഗ്രഹമുണ്ട് എല്ലാവർക്കും. എൻ്റെ പേര് മേധാന്നാണ്. അപ്പോൾ ഞാൻ 7th Aയിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ചിഹ്നം മേശയാണ്. മേശക്ക് കുറേ കുട്ടികൾ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ വോട്ടെടുപ്പിലൂടെ ഇപ്പോൾ ഇവിടെ ഡിജിറ്റലൈസ് വോട്ടിംഗ് മെഷീനാണ് യൂസ് ചെയ്തത് ഈ കൊല്ലം മുതൽ. അപ്പോൾ ഈ വോട്ടെടുപ്പിലൂടെ എങ്ങനെയാണ് വോട്ട് ചെയ്യുക ശരിക്കും എന്ന് മനസ്സിലായി. ജനാധിപത്യ രീതി, ഇലക്ട്രോണിക്സ് വോട്ടിംഗ് സംവിധാനമുള്ള തെരഞ്ഞെടുപ്പ് രീതി കുട്ടികളെ പരിചയപ്പെടുത്താനാണ് ഇത്തരം ക്രമീകരണം നടത്തിയത്. ജനാധിപത്യ രീതിയിലുള്ള വോട്ടിംഗ് രീതിയെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇലക്ഷൻ വരുമ്പോൾ വീട്ടിലുള്ളവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ 18 വയസ്സ് വരെ കാത്തിരിക്കണമല്ലോ എന്ന നിരാശ ഇതോടെ തീർന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. വോട്ടിംഗ് നടത്താൻ സാങ്കേതിക സഹായം നൽകിയത് മട്ടന്നൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഇൻക്രാമാനിയ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അക്ഷയ്, ശ്രീരാഗ് എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 2024-25 അധ്യയന വർഷത്തിലെ ലീഡർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ വോട്ടെടുപ്പ്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വളരെ ലളിതമാണെന്ന് മനസ്സിലായി. എൻ്റെ പേര് റിയ ഫാത്തിമ എന്നാണ്. ഞാൻ 7ാം തരം Aയിലാണ് പഠിക്കുന്നത്. എൻ്റെ ചിഹ്നം ബൾബാണ്. ഞാൻ ഇതുവരെ ഈ വോട്ട് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇതുവരെ നേരായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ സ്കൂൾ ലീഡറായി പങ്കെടുക്കുന്നതുകൊണ്ട് നേരായി കണ്ടു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. സമഗ്ര ന്യൂസ്, പനോർ.